UDF അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയാണോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം? നിലവിൽ ഞാൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന, മതേതരത്വം മുറുകെ പിടിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ ഇടതുപക്ഷത്തിന്റെ ഒപ്പമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ അത് ഉള്ളൊരു സത്യമാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത് എനിക്ക് ഇടതുപക്ഷം പിന്തുണ തന്നിട്ടുണ്ട്. അതിനുശേഷവും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ മെമ്പറോ അല്ലെങ്കിൽ വർഗ ബഹുജന സംഘടനകളൊന്നും ഒരു ഭാരവാഹിത്വവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. ഒരു സ്വതന്ത്ര ചിന്താഗതിയായിട്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷം എന്നൊന്നും പറയാൻ ഈ അവസരത്തിൽ പറ്റും. ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അതായത് ഇപ്പോൾ CPM വിമതർ ഒന്നിച്ചുകൂടി മത്സരിക്കുന്ന മതേതര ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു കിംവദന്തി പരക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വ്യക്തത ഉണ്ടോ? ജനറൽ ആണോ? ആ മുന്നണിയുടെ സഹായം ഉണ്ടോ? അതോ UDF മുന്നണിയുടെ ആണോ സഹായം? ഏത് മുന്നണിയുടെ സഹായത്തോടെ ഉണ്ടോ അതോ സ്വതന്ത്രനാണോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. ഇപ്പൊ പ്രസ് മീറ്റ് വിളിക്കുന്നത് വരെ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വോട്ട് ചെയ്താൽ നമുക്കവിടെ ജയസാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്. പിന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ അങ്ങനെ UDF സംവിധാനത്തിൽ അല്ലെങ്കിൽ UDFന്റെ പിന്തുണ എനിക്ക് തരാം എന്ന് ഔദ്യോഗികമായിട്ട് എനിക്ക് ഇൻഫർമേഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ അത് സ്വീകരിക്കും. ഇതുവരെ CPM ചെയ്ത് ഇടതുപക്ഷത്തിന്റെ സീറ്റൊന്നും കിട്ടായിരുന്നു. അതിനുവേണ്ടി മത്സരിച്ചിട്ട് ഇടതുപക്ഷത്തിന്റെ സീറ്റ് എന്താണ് കിട്ടാത്തത് എന്നുള്ളത് അതൊരു ചോദ്യമാണ്. അതിപ്പോ അറിയാലോ, പ്രാദേശിക തലത്തിൽ ഇപ്പോ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെ അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പക്ഷത്തിന്റെ ഒക്കെ ആളുകളായി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല, അത് ഞാൻ അങ്ങനെ ഒരു പക്ഷത്തിന്റെ ആളല്ല. ഞാൻ ജനപക്ഷത്തിന്റെ ആളാണ്. ജനങ്ങളുടെ പക്ഷമാണ്. ഇവിടെ സത്യത്തിൽ ജനങ്ങളുടെ പക്ഷമാണുള്ളത്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിലാണ് ഇടതുപക്ഷം വലതുപക്ഷം, പിന്നെ വ്യക്തികൾക്ക് പക്ഷമൊന്നുമില്ല എന്നാണ് ഞാൻ തോന്നുന്നത്. പിന്നെ കാരാവശ്യ ഗ്രാമപഞ്ചായത്തിൽ പൊതുവെ ശശിയേട്ടനോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ വസിക്കുന്ന ആളാണ്. അതിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അതായത് CPM-ലുണ്ടോ അല്ലെങ്കിൽ CPI-ലുണ്ടോ എന്നല്ല, ഒരുവിധ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വ്യക്തി താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളാണ് ശശിയേട്ടൻ എന്നാണ് എനിക്ക് ശശിയേട്ടനെ കുറിച്ച് അറിഞ്ഞ ഞാൻ എന്നുള്ള വ്യക്തിക്ക് എനിക്ക് അറിയാൻ കഴിയും. ശശിയേട്ടനോട് നല്ല താല്പര്യമാണ്. കഴിഞ്ഞ തവണ CPM നിങ്ങൾക്ക് നിങ്ങൾ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ പിന്തുണ തന്നു. അവരുടെ മുന്നണി, അതായത് അവരുടെ പാനലിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ ഇത്തവണ ഓടി മറ്റൊരു പാർട്ടിയിൽ മത്സരിക്കുമ്പോൾ അത് ഒരു വഞ്ചനയാണോ? ആ പാർട്ടിയോട് ചെയ്യുന്നത്, അതായത് CPM പാർട്ടിയോട് ചെയ്യുന്ന വഞ്ചനയാണോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മറ്റൊരു പാർട്ടിയിലല്ല ഞാൻ മത്സരിക്കുന്നത്. ഒരു കൂടുമാറ്റം എന്ന് പറഞ്ഞ ഒരു കൂട്ടിലുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് തൊട്ടും അടുത്ത സമയങ്ങളിൽ തന്നെ ആ രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ ആളല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ പുറത്താക്കി എന്ന് പറയും. അങ്ങനെ പുറത്താക്കാൻ ഞാനൊരു കൂട്ടിലും അല്ല. ഞാനൊരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളാണ്. LDF-നോട് ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടു എന്നുള്ള സത്യം. ഞാൻ ഇടതുപക്ഷത്തോട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴത്തെ പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്നത്തെ ഒരു യുവതലമുറകളൊക്കെ ചിന്തിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുള്ള പ്രദേശമാണ് നമ്മുടെ പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിലൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് സ്വതന്ത്രനായിട്ട് മത്സരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ എനിക്ക് എല്ലാ പക്ഷത്തിന്റെ പിന്തുണയുണ്ട്. അങ്ങനെ ഒരു പക്ഷം ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പക്ഷം. എനിക്ക് എല്ലാ പക്ഷത്തിന്റെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, ഞാൻ പറഞ്ഞ മതനിരപേക്ഷ ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞാൻ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞത് അന്വേഷിച്ചിട്ടില്ല. അല്ലെ, എല്ലാ പാർട്ടിക്കാരോടും ഞാൻ പിന്തുണ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ സ്വന്തമായിട്ട് നോക്കുമ്പോൾ കാരണം എല്ലാ പാർട്ടിക്കാരും അല്ലെങ്കിൽ എല്ലാ കക്ഷികളും ആ സമയങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. അങ്ങനെ നിർത്തുമ്പോൾ എനിക്ക് പിന്തുണ ആവശ്യപ്പെടാൻ പറ്റില്ല. പിന്നെ ഇലക്ഷനാണ്, അപ്പൊ അവിടുത്തെ പാർട്ടികൾക്ക് ഉള്ളതാണ്, അവിടുത്തെ വ്യക്തികൾ അല്ലെങ്കിൽ ജനങ്ങളാണ്. ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജനങ്ങൾക്കാണ് പ്രാധാന്യം. അവരുടെ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കാം എന്ന്
പ്രബുദ്ധരായ വോട്ടർമാരുള്ള ഒരു കാലഘട്ടമാണ്. പഴയ കാലഘട്ടത്തിൽ പോലെ ഇന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട് ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളല്ലേ നമ്മൾ ഇപ്പൊ മാറി മാറി വരുന്ന ഇലക്ഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ അങ്ങനെ ജയിച്ചില്ല. യുവതലമുറയുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അഡ്രസ് ചെയ്യാൻ പാർട്ടികൾ ഞാനൊരു പാർട്ടിയെ കുറ്റം പറയാനൊന്നും ഒരു പാർട്ടിയല്ല, എല്ലാ പാർട്ടികളും ഒരു പാർട്ടി അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധിക്ഷേപിക്കാൻ മാത്രമുള്ള ഒരു ആളൊന്നും അല്ല ഞാൻ. കാരണം നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പക്ഷെ യുവതലമുറകളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാല് പ്രാദേശിക സർക്കാരുകൾ അല്ലെ. അതായത് ഒരു നാട്ടിൽ എങ്ങനെ വികസനങ്ങൾ നിയമസഭ ലോക്സഭ അസംബ്ലി ഇലക്ഷൻ പോലെയല്ല, പ്രാദേശിക സർക്കാരുകളാണ് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം. ആ സമയങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് വ്യക്തികൾക്ക്, അതായത് അവിടുത്തെ കാൻഡിഡേറ്റിന് പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി കാഴ്ചപ്പാടുള്ള ആളുകളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് വ്യക്തി താല്പര്യത്തിനനുസരിച്ച് അവിടെ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയും എന്നുള്ളൊരു ഉത്തമ ബോധ്യവും വിശ്വാസവും. അപ്പൊ പുതിയ തലമുറ രാഷ്ട്രീയ വിരുദ്ധരാണെന്നാണോ ഇപ്പൊ പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ വിരുദ്ധരല്ല. കാരണം രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമാണ്. വരുന്ന തലമുറയായാലും പുതുതലമുറയായാലും നിലവിലുള്ള തലമുറ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നാട്ടിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് വിരുദ്ധരാന്ന് പറയാൻ പറ്റില്ല. യുവതലമുറയൊക്കെ നല്ല തലമുറയാണ്, അവരൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള ആളുകളാണ്. വിജയപ്രതീക്ഷ എത്രത്തോളം എന്ന് ശതമാനം ബേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. എന്തായാലും ഒരു വ്യക്തി ഒറ്റയ്ക്ക് വിജയിക്കില്ലല്ലോ. കൂടെ ഓടാൻ ആളുകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അവിടെ മറ്റുള്ള ഒരാൾ വിജയിക്കും. അപ്പോൾ വിജയിക്കുമെന്നുള്ളൊരു ഉത്തമ ബുദ്ധി